ഞങ്ങളുടെ ചോദ്യം അതാണ്. ഇവിടുത്തെ ഹിന്ദു ധർമ്മത്തിലെ എന്താണ് മാലിന്യങ്ങളെ നീക്കം ചെയ്യാൻ വരുന്ന ഷംസീർ സ്വസമുദായത്തിലെ മാലിന്യത്തെ നീക്കം ചെയ്യാൻ തയ്യാറാക്കി. സൂറികളെ കുറിച്ച് പറയേണ്ട കാര്യം എന്തിരിക്കുന്നു? ഈ സർക്കാർ BJP സർക്കാരാണ്, ഇവിടെ ഹിന്ദുത്വയാണ് നടപ്പിലാക്കുന്നത്. അപ്പൊ ആ വിഷയമാണ് ഇവിടെ പ്രധാനമായും പ്രതിപാദ്യമാവും. കുരങ്ങിൽ നിന്നല്ല ഉണ്ടായത്, നിങ്ങളൊക്കെ കുരങ്ങിൽ നിന്നാണോ എന്ന് ഞങ്ങൾക്കറിയില്ല. ഞങ്ങളാരും കുരങ്ങിൽ നിന്നുണ്ടായത് ഞങ്ങളാരും വിശ്വസിച്ചിരുന്നെ. ഷംസീറിന്റെ പേര് വിളിക്കുന്നത് വർഗീയമാണ് എന്ന് ഈ അനിൽ അക്കരയെ പോലെയുള്ള ഒരു വർഗീയ കോമരം, ഇയാൾ കുടിക്കുന്ന വെള്ളത്തിൽ പോലും ആരെയും സന്ദീപ് വാചസ്പതി, പരശുരാമൻ മഴുവറിഞ്ഞാണ് കേരളം സൃഷ്ടിച്ച് ബ്രാഹ്മണർക്ക് ദാനം നൽകിയത് എന്ന് പറയുന്നത് പോലെയാണ് എന്തോ അലമ്പുണ്ടാക്കാൻ വന്നിരിക്കുക. അതെ, പ്ലാസ്റ്റിക് സർജറിയിലൂടെ ഗണപതിയുടെ തലമാറ്റിയ കാര്യം പറയുന്നത് എന്നാണ് താൻ വിത്തുകൊണ്ട് ഉദ്ദേശിച്ചത് എന്ന വിശദീകരണം തൃപ്തികരമാണോ? ഇവിടെ ഈ വിശദീകരണം തൃപ്തികരമാവുക AKG സെന്ററിൽ ഇരിക്കുന്ന അണികൾക്കും, നമ്മൾ പറയില്ല AKG സെന്ററിൽ നിന്ന് ക്യാപ്സ്യൂളുകൾ വിഴുങ്ങുന്ന ആൾക്കാർക്ക് ഇത് തൃപ്തികരമാകും. താങ്കളുടെ നേതാവ് ഛർദ്ദിച്ചിരുന്നത് താങ്കൾക്ക് അമൃതായിരിക്കാം, പക്ഷെ അത് 3.5 കോടി മലയാളികളും അതേപോലെ എടുത്തങ്ങ് വിഴുങ്ങണമെന്ന് മാത്രം ശടിക്കരുത്. ഗണപതിയെയും അള്ളാഹുവിനെയും എന്തിന് കമ്പയർ ചെയ്തു? നിങ്ങൾ എന്തുകൊണ്ട് പറഞ്ഞ നിലപാടിൽ ഉറച്ചു നിൽക്കുന്നില്ല? ശുദ്ധ മലയാളമായിരുന്നില്ല ഇത്? ആ കുട്ടികളോട് പറയുകയാണ്, ഹിന്ദു കുട്ടികളായ നിങ്ങൾ ആരാധിക്കുന്ന ഈശ്വരൻ മിത്താണ് എന്ന് അവരോട് മാത്രം പറയുമ്പോൾ ആ കുട്ടികൾക്കുണ്ടാകുന്ന മെന്റൽ ട്രോമ, അവരനുഭവിക്കുന്ന ബുദ്ധിമുട്ടുകളെ ആര് അഡ്രസ് ചെയ്യും നികേഷ്? അതോ ആ കുട്ടികൾക്ക് ബാലാവകാശമില്ലേ? എന്താണ് ഭാവിയിൽ ഉണ്ടാകാൻ പോകുന്നത്? അവരുടെ സഹപാഠികളായ ക്രിസ്ത്യാനികളും മുസ്ലിങ്ങളും നാളെ അവരെ ഇതേ പോയിന്റ് വെച്ച് വേട്ടയാടിയാൽ, കളിയാക്കിയാൽ, ഇകഴ്ത്തിയാൽ ആര് സമാധാനം പറയും? അപ്പോൾ എന്തായിരുന്നു ഒരു ഭരണാധികാരി എന്നതിൽ ഷംസീർ പറയേണ്ടത്? എന്താ നോക്കൂ, ഹിന്ദുക്കളുടെ ഇതിൽ ഇത് പറയുന്നുണ്ട്. എന്താണ്? ഗണപതിയുടെ കാര്യം പറയുന്നു. അല്ലാഹു ഇവിടെ നിന്ന് കുതിരപ്പുറത്ത് കയറി ചന്ദ്രനെ വെട്ടിപ്പിളർത്തി എന്ന് പറയുന്ന ഇതുണ്ട്. അല്ലാഹു ഇവിടെ നിന്ന് കുതിരപ്പുറത്ത് കയറി ചന്ദ്രനെ വെട്ടിപ്പിളർത്തി എന്ന് പറയുന്ന ഇതുണ്ട്. ഒന്നും വേണ്ട സാർ, തീവ്രവാദം ചെയ്ത് പരലോകത്ത് പോയാൽ 72 ഹൂറികളെ കിട്ടുമെന്ന് വിശ്വസിക്കുന്ന പമ്പര വിഡ്ഢികൾ ഈ നാട്ടിലുണ്ട് എന്നെങ്കിലും പറഞ്ഞു കൊടുക്കാമായിരുന്നില്ലേ ഷംസീറിന് കൊച്ചു കുട്ടികളോട്? അത് പറയാതെ നിങ്ങൾ ഗണപതിയെ മാത്രം പിൻ പോയിന്റ് ചെയ്യുന്നിടത്താണ് അസ്വാഭാവികതയുള്ളത്. അതിനെയാണ് ചോദ്യം ചെയ്യുന്നത്. ഏറെ ഖേദത്തോടെ പറയട്ടെ, ഒരു മലയാളി എന്ന നിലയിൽ എന്റെ ജീവിതത്തിലെ ഏറ്റവും ലജ്ജാകരമായ ഒരു സംഭവത്തിനാണ് ഞാനിപ്പോൾ സാക്ഷ്യം വഹിച്ചുകൊണ്ടിരിക്കുന്നത് എന്ന് ഖേദത്തോടെ പറയുക. നിങ്ങൾക്ക് ആർക്കും അതിലൊരു അസ്വാഭാവികതയും തോന്നിയില്ല എന്ന് മാത്രമല്ല, വലിയ മതേതര പുരോഗമനവാദി എന്ന് അവകാശപ്പെടുന്ന താങ്കളടക്കമുള്ളവരത് കൈയടിച്ച് പ്രോത്സാഹിപ്പിക്കുകയും ചെയ്തതിൽ നികേഷ് കുമാർ താങ്കളോട് പറയട്ടെ, യു ആർ എ ഫെയിൽഡ് ജേർണലിസ്റ്റ്. ഷംസീറിന്റെ പേര് വിളിക്കുന്നത് വർഗീയമാണ് എന്ന് ഈ അനിൽ അക്കരയെ പോലെയുള്ള ഒരു വർഗീയ കോമരം, ഇയാൾ കുടിക്കുന്ന വെള്ളത്തിൽ പോലും ആരെയും വിശ്വസിക്കരുത്. എന്റെ നമ്പരായി എനിക്കുള്ളത് മേടിച്ചിട്ട് വരാം. ഷംസീറിന്റെ അച്ഛനും അമ്മയിട്ട പേര് വിളിക്കുന്നത് പോലും വർഗീയമാണെന്ന് പറഞ്ഞ് ഇയാളെയൊക്കെ പൊതുപ്രവർത്തകനായി ഫ്ലോറിൽ വിളിച്ച് ആനയിച്ചു കൊണ്ടിരുത്തുന്ന നികേഷ് കുമാർ, എനിക്ക് താങ്കളോടും പുച്ഛം തോന്നുകയാണ്. താങ്കൾ അതിനെ കൈയടിച്ച് പ്രോത്സാഹിപ്പിക്കുന്നുണ്ടായിരുന്നല്ലോ. ഏത് അർത്ഥത്തിലാണ് താങ്കൾ അതിനെ പ്രോത്സാഹിപ്പിച്ചത്? ഞാനൊരു ചെറുപ്പക്കാരനാണ്, ഞങ്ങളാരും മതം ഭക്ഷിച്ച് ജീവിക്കുന്നവരല്ല നികേഷ്. ഞാൻ ആവർത്തിക്കുന്നു, യു ആർ എ ഫെയിൽഡ് ജേർണലിസ്റ്റ്. നിങ്ങൾ എന്തുകൊണ്ടാണ് ഓൺ ദ ഫ്ലോർ, ഓൺ ദ ലൈവിൽ അതെന്തുകൊണ്ടാണ് നിങ്ങൾ തിരുത്താതെ പോയത്? താങ്കൾക്ക് എന്തുകൊണ്ടാണ് ജനാധിപത്യ ബോധമില്ലാതെ പോയത്? എന്തുകൊണ്ടാണ് താങ്കൾക്ക് മതേതരത്വ ബോധമില്ലാതെ പോയത്? എനിക്ക് ചർച്ചയിൽ കുനിഞ്ഞ ശിരസോടുകൂടിയാണ് ഞാൻ ഇവിടെ ഇരിക്കുന്നത് നികേഷേ. ഷംസീറിന്റെ പേര് വിളിക്കുന്നത് വർഗീയമാണെന്ന് പറയുന്ന ഇവരെയൊക്കെ ഉണ്ടല്ലോ ചാട്ടൊക്കെ അടിക്കണം. ഇവരെയൊക്കെ കേരളത്തിൽ നിന്ന് അടിച്ച് പുറത്താക്കാതെ മലയാളി 3.5 കോടി മലയാളികൾ രക്ഷപ്പെടില്ല. എനിക്ക് അനിലക്കര എന്ന് പറയുന്ന MLA വളരെ ബഹുമാനം ഉണ്ടായിരുന്ന ഒരു മനുഷ്യനാണ്. താങ്കൾ ഇത്ര നിലവാരം കുറഞ്ഞ തറയാണെന്ന് താങ്കൾ തെളിയിച്ചല്ലോ അനിലക്കര. ചെറിയ വട കൊടുത്ത് വലിയ വട വാങ്ങിച്ചു. ഒരു മിനിറ്റ്, വായിൽ തോന്നുന്നത് പറയുന്നത് താൻ എന്ത് സംസാരിക്കാനാണ്? താനോട് നാദി വളരെ സമാധാനപരമായി മെറിറ്റോറിയസ് ആയിട്ട് നമുക്ക് ഈ വിഷയം ചർച്ച ചെയ്യാമല്ലോ. എന്തിനാണ് ഈ വിഷം കലർത്തുന്ന വർത്തമാനങ്ങളെ താങ്കൾ പ്രോത്സാഹിപ്പിച്ചെന്നുള്ള ചോദ്യത്തിന് താങ്കൾ മറുപടി പറയൂ. ചാടി എഴുന്നേറ്റ് പഞ്ചായത്ത് ഗ്രൗണ്ട് വഴി 2 റൗണ്ട് ഓടി ഒന്ന് പോടോ. പേര് ഏത് നിലയിലാണ് ഇവിടെ ഈ വിഷയത്തിൽ ഉപയോഗിക്കപ്പെടുന്നത് എന്ന് അനിലക്കര പറയുമ്പോ അവിടെ വിഷം കലർത്തിയത് സന്ദീപ് വാചസ്പതി താങ്കളാണ്.
പറഞ്ഞെന്താ സ്പീക്കർ എന്ന് അഭിസംബോധന ചെയ്യണം, ഷംസീറിന്റെ പേര് വിളിക്കരുത് എന്ന് പറഞ്ഞാൽ എങ്ങനെയാണ് നികേഷ് താങ്കൾക്ക് അതിനെ തലകുലുക്കി അംഗീകരിക്കാൻ പറ്റിയത്? അതൊന്നും എനിക്കറിയാൻ മേല. എനിക്ക് ആ ചോദ്യം മാത്രമേ ഉള്ളൂ. ഷംസീറിനെ പിന്നെ ഞങ്ങൾ എന്താ വിളിക്കേണ്ടത്? ഷംസീറിനെ ഗോപാല എന്ന് വിളിക്കണോ? നിന്റെ ഒടുക്കത്തെ തുമ്പലാണെന്ന് നീ മറക്കണ്ട. താങ്കൾ ഇവിടെ പറഞ്ഞല്ലോ എം വി ഗോവിന്ദൻ കമ്പാരിസൺ നടത്തിയില്ല എന്ന്. കമ്പാരിസൺ അല്ലാതെ എന്താ നടത്തിയത്? അള്ളാഹു എന്ന് പറഞ്ഞാൽ വിശ്വാസം, ഗണപതി എന്ന് പറഞ്ഞാൽ മിത്ത് എന്ന് പറയുന്നതിനെയാണ് ശുദ്ധ മലയാളത്തിൽ താരതമ്യം എന്ന് പറയുന്നത്. ഈശ്വര, ഇതൊക്കെ എന്റെ തലയിലാവൂലോ? അതെങ്ങനെ നിന്റെ തലയിലാവണം? പിന്നെ നീ കയറിയേക്കോ? ഞങ്ങളുടെ ചോദ്യം അതാണ്. ഇവിടുത്തെ ഹിന്ദു ധർമ്മത്തിലെ എന്താണ് മാലിന്യങ്ങളെ നീക്കം ചെയ്യാൻ വരുന്ന ഷംസീർ സ്വസമുദായത്തിലെ മാലിന്യത്തെ നീക്കം ചെയ്യാൻ തയ്യാറുണ്ടോ? സൂപ്പർ. അവിടെ സൂറികളെ കുറിച്ച് പറയേണ്ട കാര്യം എന്തിരിക്കുന്നു? ഈ സർക്കാർ BJP സർക്കാരാണ്, ഇവിടെ ഹിന്ദുത്വയാണ് നടപ്പിലാക്കുന്നത്. അപ്പൊ ആ വിഷയമാണ് ഇവിടെ പ്രധാനമായും പ്രതിപാദ്യമാവുക. ഈ നാട്ടിലെ പ്രസക്തി തീരുമാനിക്കുന്നത് CPM-ന്റെ സംസ്ഥാന സെക്രട്ടേറിയറ്റും റിപ്പോർട്ടർ ചാനലും ചേർന്നല്ല. നിങ്ങൾ ആരാ പ്രസക്തി തീരുമാനിക്കാൻ? കിട്ടിയാ? ഇല്ല, ചോദിച്ചു വാങ്ങിച്ചു. പോവാ. ഈ രാജ്യത്തെ HRD മന്ത്രി പറയുകയാണ് ഡാർവിന്റെ സിദ്ധാന്തം സയന്റിഫിക്കലി പ്രൂവൺ അല്ല എന്ന്. ഇവനല്ലേ ഇവിടെ ഇതൊന്നും കൊണ്ടത്? ഒരു കുരങ്ങൻ മനുഷ്യരാകുന്നത് ഈ തലമുറയോ മുൻ തലമുറയോ കണ്ടിട്ടില്ല എന്ന്. ഡാർവിന്റെ പരിണാമ സിദ്ധാന്തം സിലബസിൽ നിന്ന് മാറിയില്ലേ ശ്രീ സന്ദീപ് വാചസ്പതി? നിനക്കിപ്പോ പ്രശ്നം എന്താണ്? ചോദിക്കട്ടെ, ഡാർവിന്റെ പരിണാമ സിദ്ധാന്തത്തെ ലോകം മുഴുവൻ 100% അംഗീകരിച്ച സിദ്ധാന്തമാണ് നികേഷിന് അഭിപ്രായമുണ്ടോ? ഡാർവിന്റെ പരിണാമ സിദ്ധാന്തത്തിന് എങ്ങനെയാണ് സന്ദീപ് വാചസ്പതി എങ്ങനെ ഉണ്ടായത്? സന്ദീപ് വാചസ്പതിയുടെ തലമുറ എങ്ങനെ ഉണ്ടായത്? മറ്റൊരു വാദമെങ്കിലും പറയൂ. വേണ്ട, ഞങ്ങളാരും കുരങ്ങിൽ നിന്നല്ല ഉണ്ടായത്. ഇനി നിങ്ങളൊക്കെ കുരങ്ങിൽ നിന്നാണോ എന്ന് ഞങ്ങൾക്കറിയില്ല. ഞങ്ങളാരും കുരങ്ങിൽ നിന്നുണ്ടായത് ഞങ്ങളാരും വിശ്വസിക്കുന്നില്ല. അനിയാ പോട്ടെ, അമ്പിമനെ പോട്ടറ. സാറേ ഒന്നും വിചാരിക്കില്ലേ മക്കളെ, മാമനോടൊന്നും തോന്നല്ലേ?